എല്ലാവർക്കും നമസ്കാരം. ബിജു തടത്തിൽ ഫാമിൻ്റെ നാച്ചുറൽ ഹണി ഹാർവെസ്റ്റ് ചെയ്തതിൻ്റെ സമയമായോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എൻ്റെ കോമ്പ് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരല്പം സ്മോക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ തേനീച്ചകൾ നമ്മളെ ഉപദ്രവിക്കാതിരിക്കും. റീപ്പറിനകത്ത് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഇതിൻ്റെ കോമ്പ് കട്ട് ചെയ്ത് കെട്ടി വെച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ തേനീച്ച അത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചയോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ കോമ്പ് തേനീച്ച കംപ്ലീറ്റ് ആക്കുകയും അതിൽ നിന്ന് നമുക്ക് തേൻ ശേഖരിക്കുവാൻ, കൂടുതൽ തേൻ നമുക്ക് ലഭിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതിനകത്ത് തേൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഹാർവെസ്റ്റ് ചെയ്താൽ കാര്യമായിട്ട് ഉള്ള തേൻ ഇതിൽ നിന്ന്, ഈ കോമ്പിൽ നിന്ന് ലഭിക്കുകയില്ല. ഇനി ഞാൻ ഇതിൻ്റെ അടിത്തട്ടിലുള്ളതായ തേൻ നിറഞ്ഞിരിക്കുന്നതായ കോമ്പാണ് ഇനി ഇപ്പം എടുക്കാൻ പോകുന്നത്. ഇതിനകത്ത് തേനും അതിൻ്റെ അടകളുമാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്തും തേൻ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫുള്ള് സീൽഡായ ഹണി നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഹണി ഫില്ലാക്കിയിട്ട് അത് സീൽ ചെയ്തു. അതിൻ്റെ താഴെ ഭാഗത്തേക്കുള്ള മുട്ടകളെല്ലാം ഈ ആഴ്ച തന്നെ വിരിയുകയും അടുത്ത ആഴ്ചത്തേക്ക് ഇത് കംപ്ലീറ്റ് തേൻ ഫില്ലാക്കി ഇത് സീലാവുകയും ചെയ്യും. അതോടുകൂടി നമുക്ക് ഇതിൽ നിന്ന് ഹണി ഹാർവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ഫുള്ളായ ഒരു ഹണി കോമ്പാണ്. ഇതിനകത്ത് തേന് ഏകദേശം ഫില്ലായി. അടുത്ത ദിവസം തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്യും. അതിനുശേഷം ഇത് നമുക്ക് ഹണി കോമ്പായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഫാമിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യുന്ന ഹണി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഓൺ വെബ്സൈറ്റായ bijutadathilfarmhoney.com നിന്നും, കൂടാതെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഞങ്ങളുടെ ഫാമിൽ നിന്ന് അത് ഹാർവെസ്റ്റ് ചെയ്യുന്ന കണ്ടുകൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ മുതലായ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞങ്ങളുടെ തേൻ നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്.